ഇന്നത്തെ എൻ്റെ യാത്ര തിരുച്ചെന്തൂരിലേക്കാണ്. വെറും 430 രൂപ മുടക്കി ഒരു ദിവസം കൊണ്ട് തിരുച്ചെന്തൂരെത്തി അരുൾമിகு സുബ്രഹ്മണ്യ ക്ഷേത്രം നമുക്ക് കണ്ടുവരാം. പതിവ് പോലെ തന്നെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ്. നമ്മൾ ഇന്ന് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പാലരുവി എക്സ്പ്രസ്സിനാണ് കേട്ടോ. 1679-2 പാലരുവി എക്സ്പ്രസ്. പാലക്കാട് നിന്ന് തൂത്തുക്കുടി വരെയാണ് നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിൻ സർവീസ് നടത്തുന്നത്. അപ്പോഴേ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ഇവിടെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഫർമേഷൻ കൗണ്ടറും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ലോക്കൽ ടിക്കറ്റ് ഒക്കെ എടുക്കാനുള്ള കൗണ്ടറും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ ട്രെയിന് വരുന്നത്. നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് തിരുനെൽവേലിക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. സമയം 9:18 ആയപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിന് പാലരുവി എക്സ്പ്രസ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ചെങ്ങന്നൂരിൽ നിന്ന് തിരുനെൽവേലി വരെ ഏകദേശം 95 രൂപയാണ് ലോക്കലിനാകുന്നത്, ജനറൽ കമ്പാർട്ട്മെന്റിൽ സഞ്ചരിക്കുമ്പോഴാകുന്നത്. പാലരുവി എക്സ്പ്രസ്സിൽ ധാരാളം ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ സ്ലീപ്പറിനാണ് ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 195 രൂപയാണ് ചെങ്ങന്നൂരിൽ നിന്ന് തിരുനെൽവേലി വരെ തുകയായിരിക്കുന്നത്. തിരുച്ചെന്തൂര് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാനായിട്ട്, കേരളത്തിൽ നിന്ന് നമുക്ക് പോകാനായിട്ട് നിലവിൽ ഡയറക്റ്റ് ട്രെയിൻ സൗകര്യം ഉള്ളത് പാലക്കാട് നിന്നാണ്. അവിടെ നമ്മൾ നിലവിൽ ചെങ്ങന്നൂരിൽ നിന്നാണ് പോകുന്നത് കൊണ്ട് നമുക്ക് തിരുനെൽവേലി എത്തിയിട്ട് അവിടുന്ന് തിരുച്ചെന്തൂരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. പാലരുവി എക്സ്പ്രസ്സിൽ നമുക്ക് സ്ലീപ്പറിൽ ടിക്കറ്റ് കിട്ടിയില്ല പോലും നമുക്ക് ജനറലിൽ നല്ല രീതിയിൽ തന്നെ സഞ്ചരിച്ച് രാവിലെ തിരുനെൽവേലിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. അതും വെറും 95 രൂപയ്ക്ക്. നമ്മൾ നിലവിൽ തിരുനെൽവേലി കണ്ണാശുപത്രിയിലൊക്കെ പോകുന്നവരാണ് പാലരുവി അല്ലേ. അവരെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ് നമ്മുടെ പാലരുവി എക്സ്പ്രസ്. ഇത് രാവിലെ അങ്ങെത്തും. അതാണ് ഇതിൽ സഞ്ചരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മളിപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം. എനിക്കിഷ്ടമാണ് കൊല്ലം. ഇപ്പം സമയം 11 മണിയോടെ അടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിനിന്റെ എഞ്ചിൻ ഉണ്ടല്ലോ മാറ്റി ഇനി പുറകിലായിട്ട് വരും. അത് സ്ഥാപിക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അപ്പോഴേ നമുക്ക് പാലരുവി എക്സ്പ്രസ്സിലെ ജനറൽ കോച്ചിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ലോക്കൽ കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അതിമനോഹരമായ നല്ല കമ്പാർട്ട്മെന്റ് ആണ്. അതും തിരക്കുകളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിൽ നമുക്ക് വിശാലമായിട്ട് ഇരുന്നും കിടന്നും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ കൂടെയാണ് കേട്ടോ. ഇത് വെളുപ്പിനെ അങ്ങ് തിരുനെൽവേലിയിൽ ചെല്ലുവേ. കൊല്ലത്ത് വരുമ്പോഴാണ് എഞ്ചിന് മാറ്റി പുറകിൽ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ ഏകദേശം 1/4 മണിക്കൂർ തൊട്ട് അരമണിക്കൂർ വരെ ട്രെയിൻ ഇവിടെ നിർത്തിയിടുന്നതായിരിക്കും. ഇതാണ് നമ്മൾ സഞ്ചരിക്കുന്ന സ്ലീപ്പർ കോച്ച് എന്ന് പറയുന്നത് കേട്ടോ. പഴയ കോച്ചാണെങ്കിൽ പോലും നല്ല നീറ്റ് ഒരു കോച്ചാണ് കേട്ടോ. സമയം ഏകദേശം 11:15 കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ട്രെയിൻ കൊല്ലത്തുനിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. അധികം സമയമൊന്നും തന്നെ ഇവിടെ നിർത്തിയിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് കൊട്ടാരക്കര, പുനലൂര്, തെന്മല, ചെങ്കോട്ട, അംബാസമുദ്രം വഴി നമ്മൾ തിരുനെൽവേലിക്ക് രാവിലെ ഏകദേശം 5 മണിയോടടുത്ത് തിരുനെൽവേലിയിൽ എത്തിച്ചേരുന്നതായിരിക്കും. കൊല്ലത്തിനും തിരുനെൽവേലിക്കും ഇടയ്ക്ക് ഏകദേശം 13ഓളം സ്റ്റേഷനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില സ്റ്റേഷനുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. പകലായിരുന്നു ഈ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് 13 കണ്ണറ പാലവും പശ്ചിമഘട്ട മലനിരകളുടെ അതിമനോഹരമായ സൗന്ദര്യം ഒക്കെ തന്നെ ആസ്വദിച്ച് ഇതുവഴി യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരുന്നു. എന്നിരുന്നാൽ നമ്മുടെ രാത്രി യാത്രയായതിനാൽ ഇനി നമുക്ക് തിരുനെൽവേലി ചെന്നിട്ടേ കാണാം. നമ്മളങ്ങനെ തിരുനെൽവേലി വന്നിരിക്കുകയാണ് കേട്ടോ. ഏകദേശം സമയം 5 മണിയുടെ അടുത്ത് നമ്മൾ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ തന്നെ ഒന്ന് ഫ്രഷ് ആക്കണം. അതാണ് മെയിൻ. തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അതിമനോഹരമായ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് നമ്മളിപ്പം നിൽക്കുന്ന തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ എന്നത്. ചെറിയൊരു വലിയ സ്റ്റേഷൻ. ഇവിടെ AC വെയിറ്റിംഗ് ഹാൾ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് 20 രൂപ മുടക്കിയിട്ട് 1 മണിക്കൂറത്തേക്കിന് AC വെയിറ്റിംഗ് ഹാളിൽ ഞാൻ ടിക്കറ്റ് എടുത്തു. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വെയിറ്റിംഗ് ഹാൾ, AC വെയിറ്റിംഗ് ഹാൾ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് തന്നെ വരാം. ഇങ്ങനെയുള്ള AC വെയിറ്റിംഗ് ഹാൾ ഉള്ളത് ഒക്കെ തന്നെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ യാത്രകളിൽ. നമ്മളിപ്പോൾ നിലവിലുള്ളത് തിരുനെൽവേലിയാണ്. ഇവിടുന്ന് നമുക്ക് തിരുച്ചെന്തൂർക്കാണ് ഇനി പോവേണ്ടത്. ഇനി അടുത്തതായിട്ട് ഇവിടുന്ന് ട്രെയിൻ തിരുനെൽവേലിയിൽ നിന്ന് തിരുച്ചെന്തൂർക്ക് ട്രെയിൻ ഉള്ളത് 7:10-നാണ്. അത് നമ്മുടെ പാലക്കാട് വരുന്ന വണ്ടി 20 രൂപയാണ് തിരുനെൽവേലിയിൽ നിന്ന് തിരുച്ചെന്തൂരിലേക്കാകുന്നത്. പാസഞ്ചർ ട്രെയിനിലാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങോട്ട് വന്നതും എക്സ്പ്രസ് ആണെങ്കിൽ പോലും കൂടുതലും ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു അല്ലേ. നമ്മൾക്ക് പോകേണ്ട ട്രെയിനിൻ്റെ ഉണ്ടല്ലോ ബോഗിയും അതുപോലെ തന്നെ എഞ്ചിനും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിതേ ഈ കാണുന്നത് കേട്ടോ. ഇത് കാണാനായിട്ട് ധാരാളം ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടി മുട്ടിച്ചിരിക്കുകയാണ്. സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. സക്സസ്, അടിപൊളി. അവിടെ നമ്മളിത് ഫുള്ള് ലോക്കലാണ് കേട്ടോ, ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം നമുക്ക് എവിടെ വേണേലും കയറിയിരിക്കാനായിട്ട് സാധിക്കും. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 4 ഇപ്പോൾ നിലവിലായിട്ട് കിടക്കുന്നത് കേട്ടോ.
തിരുനെൽവേലിയിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് തിരുച്ചെന്തൂരേക്ക് എത്താനായിട്ട്. 7:10 രാവിലെ 7:10 നമ്മുടെ ട്രെയിന് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത്. 20 രൂപയാണ് തിരുച്ചെന്തൂരേക്ക് ടിക്കറ്റും ആകുന്നത്. തിരുനെൽവേലി, തിരുച്ചെന്തൂര്, പാലക്കാട്, തൂത്തുക്കുടി, വാഞ്ചി, മഴയാഞ്ചി ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോകുന്ന ഒരു ട്രെയിനാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതായത് നമ്മുടെ പാലക്കാട് നിന്ന് വരുന്ന ട്രെയിനാണ് അല്ലേ. അപ്പം ഞാൻ വിൻഡോ സീറ്റ് തന്നെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സൈഡിൽ സീറ്റ് തന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ഇനി യാത്ര ചെയ്യുന്നത് നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ്. അത്യാവശ്യം മനോഹരമായ ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 7:12 നമ്മുടെ ട്രെയിന് തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. തിരുച്ചെന്തൂരിലേക്ക് മലയാളികൾ കൂടുതലായി എത്തുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എല്ലാവരും തന്നെ നമ്മൾ പളനിക്കാണ് പോകുന്നത് അല്ലേ. പളനി നമുക്ക് വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം എല്ലാവരും തന്നെ പളനിയിലേക്ക് പോകുന്നത്. എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയാം. മുരുകന്റെ 6 വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തേതാണ് തിരുച്ചെന്തൂര് സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നത്. 6 പടൈ വീടുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതിൽ രണ്ടാമത്തേത്. അതും തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് തിരുച്ചെന്തൂര് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനിയുള്ള യാത്രകളിലുടനീളം ഉണ്ടല്ലോ നമുക്ക് തമിഴ്നാടിന്റെ ഭംഗി ഏറെ ആസ്വദിച്ച് യാത്രയാവുന്നതാണ്. ഗ്രാമീണ കാഴ്ചകളും തോടുകളും പുഴകളും തടാകങ്ങളും കൃഷിയിടങ്ങളിൽ തന്നെ ഉണ്ടല്ലോ വാഴത്തോപ്പുകളുണ്ട്, തെങ്ങും തോപ്പുകളുണ്ട്, അതുപോലെ തന്നെ നെൽപ്പാടങ്ങളുമുണ്ട്. കൂടാതെ ഗ്രാമീണതയെ വിളിച്ചോതുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ് നമ്മൾ സഞ്ചരിക്കുന്ന ഈ പാതയിൽ കൂടുതലായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ പച്ചിപ്പാണ് ഇന്ന് നമുക്ക് തമിഴ്നാട്ടിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പച്ച പുതച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത്. സമയം 8:42 നമ്മൾ തിരുച്ചെന്തൂര് എത്തിയിരിക്കുകയാണ്. ചിലപ്പോഴേ ഞാൻ തിരുച്ചെന്തൂരിനുണ്ടല്ലോ തഞ്ചാവൂർ എന്നൊക്കെ പറഞ്ഞു പോകും കേട്ടോ എപ്പോഴും. അപ്പം നമ്മൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അതുവഴി പോകണം കേട്ടോ. പോയിട്ട് നമുക്ക് വരാം. ഈ വന്നവരെല്ലാം തന്നെ ഇവിടെ ഇറങ്ങി കേട്ടോ. നമ്മുടെ ട്രെയിന് ഇവിടെ വരെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും തന്നെ ഇറങ്ങിയത് കൊണ്ടാണ് ആ തോന്നൽ ബലമായതും. തിരുച്ചെന്തൂര് റെയിൽവേ സ്റ്റേഷൻ പണി നടക്കുകയാണ് കേട്ടോ. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് തിരുച്ചെന്തൂര്. പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ബെടാ വലിയൊരു സ്റ്റേഷനായിട്ട് മാറും കേട്ടോ. എല്ലാ ഫെസിലിറ്റീസും ഒക്കെ വരും. അപ്പം നമുക്ക് ഫ്രഷപ്പ് ആകാനൊക്കെ തിരുച്ചെന്തൂര് വന്നിട്ട് ഫ്രഷപ്പ് ആകാനാണ്. ഞാൻ മെയിൻ ഗേറ്റിലേക്ക്, റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഗേറ്റിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ടാക്സിയൊക്കെ കിട്ടും കേട്ടോ ക്ഷേത്രത്തിലേക്ക്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ ഹെഡ് പോസ്റ്റ് ഉണ്ടോ, പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ അവിടുന്ന് ഇവിടെ ലെഫ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ കവാട ഗോപുരം, നമുക്ക് ക്ഷേത്രത്തിൻ്റെ കവാട ഗോപുരം കാണാനായിട്ട് നമുക്ക് സാധിക്കാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഈ ഓടയിലൊക്കെ തന്നെ വീണ് ചെളിയാകാനുള്ള ചാൻസും ഏറെയാണ് കേട്ടോ. അപ്പോൾ നല്ല ചെറിയ തിരക്കുകളൊക്കെ ഉള്ളതുണ്ടല്ലോ ഒരു വലിയൊരു നഗരമാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ക്ഷേത്ര ഗോപുരമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഇനിയുണ്ടല്ലോ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ തഞ്ചാവൂരല്ല തിരുച്ചെന്തൂർ ഇറങ്ങിയിട്ട് ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ധാരാളം കടകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളും ഒക്കെ തന്നെയുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ളത്. ഇവിടെ കയറിയിട്ട് നമുക്ക് ഇഡലി കഴിക്കാം കേട്ടോ. ഞാൻ ഇഡലിയാണ് കഴിച്ചത് കേട്ടോ. ഇഡലി എല്ലാം കൂടെ ഉണ്ടല്ലോ 4 ഇഡലിയും ഒരു വടയും ഒരു ചായയും കൂടെ 65 രൂപയോളം ആയിട്ടുണ്ട്. എനിക്ക് കൊള്ളായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാനങ്ങനെ പ്രവേശന കവാടത്തിൻ്റെ ഗോപുരത്തിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നേരെ പോയച്ചാൽ മതി. അതും തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഗോപുരം ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ ചെന്നിട്ട് നല്ല രീതിക്ക് തന്നെ കാണിക്കാമേ. സൂര്യൻ കത്തി ഒലിക്കുന്ന കാഴ്ച. സമയം ഇപ്പോൾ ഏകദേശം 9 മണിയോടടുത്ത് 9:10 ആയുള്ളൂ കേട്ടോ. ഗോപുരം കണ്ടോ, നല്ല ഭംഗിയുള്ള പ്രവേശന ഗോപുരം അല്ലേ, കവാടമാണ് നമ്മൾ ഈ കാണുന്നതല്ലേ. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്നാൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതായിരിക്കും. പോകുന്ന വഴിക്കുണ്ടല്ലോ ഇവിടെ എത്തുമ്പോഴുണ്ടല്ലോ ഫുള്ള് നമുക്ക് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ഉണ്ടല്ലോ താമസ സൗകര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിയൊരു ഏരിയയാണ്, നല്ല തിരക്കുള്ള ഏരിയ കേട്ടോ. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചായക്കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിക്കാം. കോഫിയാണ് കേട്ടോ. കോഫിയൊക്കെ കുടിക്കാം കേട്ടോ. വലിയൊരു ഏരിയയാണ് കേട്ടോ. ഇവിടെ താമസിക്കാൻ വേണ്ട ഹോട്ടലെല്ലാം ഉണ്ട്. അപ്പോഴേ നമ്മൾ ഈ ചായക്കടയിൽ നിന്ന് കോഫി കുടിക്കാനായിട്ട് വേണം. കോഫിയാണ്, ടോക്കൺ എടുക്കണം കേട്ടോ. ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കോഫിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത്തള പാത്രത്തിലാണ് നമുക്ക് കോഫി തരുന്നത് കേട്ടോ. 25 രൂപയാണ് കോഫിക്ക് ഒന്നിന് നമുക്ക് ചിലവാകുന്ന തുകയെന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കോഫിയാണെന്നൊക്കെ നമ്മൾ കരുതല്ലേ. കുടിച്ചിട്ട് ഞാൻ പറയാം. ഇതാണ് പിത്തള ഗ്ലാസ്സിൽ തരുന്ന കോഫി എന്നത്. തണുത്ത് പോയിരിക്കുന്നത്, അതുകൊണ്ടൊരു സുഖമില്ല കേട്ടോ. തണുത്ത കോഫി ആയിപ്പോയി കേട്ടോ. ചൂടില്ല, ഒട്ടും ചൂടില്ല.
അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റിലേക്ക് നേരെ ചെല്ലുന്നത് ക്ഷേത്ര കവാടത്തിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ഷേത്ര കവാടം നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴിയുടെ ഒരു സൈഡിലുണ്ടല്ലോ കടകൾ മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ മേടിക്കാം. ഒരു സൈഡിൽ ഹോട്ടൽസ്, റൂംസ് ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മളിതേ ഇവിടുന്ന് കാണുന്നത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കാണുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ, അത് അതിലും അതിമനോഹരമായിരിക്കും. ഞാനേ ദേ കാണിച്ചു തരാം. ദേ ഇനി കണ്ടു നോക്ക് ആ കാഴ്ച. നമ്മൾ ഈ കാണുന്നത് തിരുച്ചെന്തൂര് അരുൾമിகு സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. എത്ര അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ക്ഷേത്ര ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും ഇവിടെ നിൽക്കുമ്പോഴേ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ദേ ഈ ഗോപുരം കണ്ടോ, ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം വരുന്നത്. ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിന് ഏകദേശം 157 അടി ഉയരമുണ്ട്. ഏകദേശം 47 മീറ്ററോളം ഉയരവേ 9 നിലകളോളം ഉണ്ട്. ദേ ഇവിടെ ആയിട്ടുണ്ടല്ലോ, നമ്മൾ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഇരു സൈഡിലായിട്ടും നമുക്ക് നെയിം ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിലെ പല സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഇവിടെ വിശദമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേ സമയം എന്ന് പറയുന്നത് ഏകദേശം 9:36 ആയിട്ടുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കിടക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് വാഷ്റൂമാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമാണ്. നമ്മൾ ഇനി പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ബ്ലോക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ആയിട്ടുണ്ടല്ലോ നമ്മൾ കൊണ്ടുവരുന്ന ബാഗുകളൊക്കെ ഇല്ലേ, 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ക്ലോക്ക് റൂം സംവിധാനം, ബാഗേജ് കൗണ്ടർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫോണ് 5 രൂപയ്ക്ക് സൂക്ഷിക്കാനായിട്ടും അവിടെ പറ്റും കേട്ടോ. ഇതുകൂടാതെ അവിടെ തന്നെ ഉണ്ടല്ലോ റൂം ബുക്കിംഗ് കൗണ്ടറും ഉണ്ട്. നമ്മളിതേ ബാഗേജ് കൗണ്ടറിന്റെ മുന്നിലേക്ക് വന്നിരിക്കണേ. ബാഗ് വെക്കാനുള്ള ആളുകളുടെ തിരക്കാണ് ദേ ഈ കാണുന്നത് കേട്ടോ. എന്തോ ക്യൂ ആ നോക്കി, അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ക്യൂ ആണ്. ഞാൻ ദേ ഇവിടെ നിന്ന് കേട്ടോ. നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ ഉണ്ടല്ലോ, ഈ സെൽഫോൺ കൗണ്ടറിൽ 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയാണ്. ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് ഫോണുകൾ ഒന്നും തന്നെ കയറ്റത്തില്ലല്ലോ. ഇവിടെ തന്നെ റൂം ബുക്കിംഗ് കൗണ്ടറും ഉണ്ട് കേട്ടോ. ദേ ഓൺലൈനായിട്ട് നമുക്ക് റൂം ഇവിടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ തന്നെ റൂമിന്റെ വിവര പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ റൂമിന് 500 രൂപയാണ് ആകുന്നത് കേട്ടോ. 500 രൂപയ്ക്കാണ് ഏറ്റവും ചെറിയ റൂം ഇവിടെ, നോൺ AC. അപ്പം ബാഗൊക്കെ ഞാൻ ഇവിടെ കൊടുത്തു. 10 രൂപയാണ് ബാഗ് സൂക്ഷിക്കുന്നതിന് ഇവിടെ നമുക്കാകുന്നത്. നമ്മൾ കൊടുത്തേണ്ട നമ്മുടെ കുപ്പി എടുത്ത് അവരിങ്ങനെ തന്നു കേട്ടോ. കുപ്പിയൊന്നും വെക്കത്തില്ല, ബാഗ് മാത്രമേ വെക്കത്തുള്ളൂ. അവിടെ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ടോക്കൺ എന്ന് പറയുന്നത്. 505 എൻ്റെ നമ്പർ വരുന്നത്. നമ്മുടെ ടോക്കണാണ്, നമ്മൾ ഈ ബാഗ് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ടോക്കണാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്കും ക്ഷേത്ര ചരിത്രത്തിലേക്കും പോകാം. നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഓഫീസ്, നമ്മൾ ബാഗൊക്കെ വെച്ചില്ല, അതാണ് ഇവിടെ. ഇനി നമ്മൾ മുന്നോട്ടാണ് പോകുന്നത് കേട്ടോ. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ ചെറു പട്ടണ നഗരമാണ് തിരുച്ചെന്തൂർ എന്നത്. തിരുച്ചെന്തൂരിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം നിലകൊള്ളുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഇവിടെ കാണുന്ന ക്യൂ ഉണ്ടല്ലോ, ഇത് ഫ്രീ ദർശനത്തിന്റെ ക്യൂ ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് ദർശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ക്യൂ നിൽക്കേണ്ടത്. ഈ ഇടത് സൈഡിലായിട്ട് കാണുന്ന ഈ മണ്ഡപത്തിന്റെ ഇവിടെ ആയിട്ടാണ് ക്യൂ നിൽക്കേണ്ടത്. പിന്നെ അതുകൂടാതെ 100 രൂപയുടെ ക്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. മലയാളികൾ എന്തുകൊണ്ടോ കുറവ് മാത്രമേ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വരാറുള്ളൂ. നല്ല ക്യൂ ആണല്ലേ. ഇവിടെയായിട്ട് 100 രൂപയുടെ ദർശനത്തിനുള്ള ക്യൂ ഉണ്ട് കേട്ടോ. ഫ്രീ ദർശനമാണെങ്കിൽ 4 മുതൽ 5 മണിക്കൂർ വരെ ക്യൂ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ 100 രൂപയുടെ ദർശനം ആകുമ്പോഴും ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ ക്യൂ നിന്നാലേ നമുക്ക് ദർശനം ലഭിക്കത്തുള്ളൂ കേട്ടോ. 100 രൂപയുടെ ക്യൂയിലേക്ക് നമുക്ക് ഇതുവഴി കടന്ന് ആ മണ്ഡപത്തിനകത്തെല്ലാം ക്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് കടന്ന് ചെല്ലാവുന്നതാണ് കേട്ടോ. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ക്യൂ ആണ്. സമയം ഏകദേശം 10:15 അടുത്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് താഴേക്ക് പോകാം. പറഞ്ഞു കേട്ട അറിവ് വെച്ച് പറയാം. ശൂരപത്മാസുരനെ വധിക്കുന്നതിന് 6 പടൈ വീടുകൾ സ്ഥാപിതമായി. 6 പടൈ വീടുകൾ എന്നത് മുരുകന്റെ 6 വാസസ്ഥലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ രണ്ടാമത്തേതാണ് തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്നത്. പളനി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതും. അവിടെ നമ്മൾ ക്യൂ കണ്ടില്ലായിരുന്നോ, ഫ്രീ ദർശനം. അതിങ്ങനെ കറങ്ങി വന്നിട്ട് ഇതുവഴി മുന്നോട്ട് പോകും. നമുക്ക് താഴോട്ട് ചെല്ലുമ്പോഴേ കാണാനായിട്ട് സാധിക്കും. ആ ബ്രിഡ്ജ് കയറി ഇറങ്ങിയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത്രയ്ക്ക് വലിയൊരു ക്യൂ തന്നെയാണ് കേട്ടോ. ആളുകളൊക്കെ തന്നെ ഇതുവഴി നടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. താഴെയായിട്ട് നമുക്ക് കടലും കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് വെയിലിന്റെ കാഠിന്യം അത്രയ്ക്ക് അറിയുന്നില്ല, കാരണം താഴെ കടലാണ്, നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം 10:15 അടുത്തിട്ടേ ഉള്ളൂ. നോക്കിയേ, ഭക്തര് ആളുകളെല്ലാം തന്നെ ക്യൂവിലേക്ക് കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. ഏകദേശം 4 മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷം മാത്രമേ ദർശനമുള്ളൂ കേട്ടോ. ഇവിടെ നോക്കിക്കേ, ക്ഷേത്രത്തിന്റെ ഗോപുരം കാണാൻ എത്ര ഭംഗിയാന്ന് നോക്കിക്കേ. ക്യൂ നിൽക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ മേളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. ഇത് മുന്നിലായിട്ട് ഇവിടെ കടലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്രയും പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾക്ക് 20 രൂപയാണ് കേട്ടോ. ഞാൻ 20 രൂപ കൊടുത്ത് ഒരു ഗ്ലാസ്സിൽ വാങ്ങി കേട്ടോ. ഒരു ഗ്ലാസ്സിന് 20 രൂപ. അതെ, ഇവിടെയുള്ള എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഏതൊക്കെയാണെന്ന് പറയട്ടെ. ഇവിടെ നോക്കിക്കാൻ നമ്മൾ കണ്ട ക്യൂ ആണ്
ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, അങ്ങേ അറ്റം വരെ ഉണ്ട്. ക്ഷേത്രത്തിന് അങ്ങേ അറ്റം വരെ ക്യൂ നിൽക്കുന്നുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. ക്ഷേത്രത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കടലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് പേര് നിൽക്കുന്നത് കണ്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു നേർച്ചയാണിത്. ഭിക്ഷ എടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ സമയങ്ങളിൽ ഇവർ സംസാരിക്കത്തില്ല. ഇവർക്ക് ദാനമായി കിട്ടുന്ന ഈ ഭിക്ഷയുണ്ടല്ലോ ഇവർക്ക് ക്ഷേത്രത്തിൽ കൊടുക്കണ്ട, വേറെ എന്ത് വേണേലും ചെയ്യാം. ആഹാരം മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ മറ്റെന്തോ തിന്നേലും ഉപയോഗിക്കാം. പക്ഷെ ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിലിടാനോ ക്ഷേത്രത്തിൽ കൊടുക്കാനോ ഒന്നും തന്നെ സാധിക്കത്തില്ല. ഇതൊരു നേർച്ചയായിട്ട് തന്നെ ഇന്നും അത് ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ കൈനോട്ടക്കാരായ സ്ത്രീകളും മറ്റ് ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇവരുണ്ടല്ലോ നമ്മുടെ അടുത്ത് വരും, കൈ നോക്കണമെന്നൊക്കെ ചോദിക്കും. നമ്മൾ വേണ്ടെന്ന് പറയും കേട്ടോ. ക്യൂ ഉണ്ടോ, എത്ര നീളമുള്ള ക്യൂ ആണ്. അപ്പോഴേ നമ്മൾ വേണ്ടെന്ന് പറയുമ്പോൾ ഇവര് അപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ പറയും. അപ്പം നമ്മൾ കൊടുക്കും. ആദ്യമൊക്കെ 2-3 പേർക്കൊക്കെ നമ്മൾ കൊടുക്കും. ഇത് കഴിഞ്ഞ് ഇത് സ്ഥിരമാണ്, നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ഇവര് നമ്മളെ അവിടെ വെച്ച് ശപിച്ചിട്ട് പ്രാഗിട്ട് പോകും. നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില രീതികളും ഈ ക്ഷേത്രത്തിൽ ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നമ്മളെ പിടിച്ചു വെച്ചിട്ട് പൈസ ചോദിക്കത്തൊന്നുമില്ലല്ലേ. നമ്മൾ പളനിയിലൊക്കെ പോയിട്ടുള്ളതാണ്, അവിടെയും ഇങ്ങനെയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലേ. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിന്റെ മറുഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ ക്യൂ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇങ്ങനെ നീണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. സായം സന്ധ്യക്കൊക്കെ വരികയാണെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ട് അതിമനോഹരമായ കാഴ്ചയായിരിക്കും അല്ലേ. ഇതാണ് ബീച്ചിലേക്കുള്ള വഴി. ഇവിടെ ഉണ്ടല്ലോ കുളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ഭക്തരും ഇവിടെ കുളിക്കാറാണ് പതിവ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ ധർമ്മം ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്നെന്ന്. ഇതൊരു ആചാര അനുഷ്ഠാനമായിട്ട് ഇന്നും നിലനിന്ന് പോകുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോഴേ ഇനി നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം അല്ലേ. ഇവിടെ കുളിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇവിടെ ഒരു കിണറുണ്ട്, നാഴിക്കിണർ. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ കുളിച്ചതിന് ശേഷം മാത്രമേ ദർശനം പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ നോക്കിക്ക് എത്ര ആൾക്കാരാണ്. നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ കണ്ടേക്കുന്ന പോലെ തന്നെ അത്ര ആൾക്കാരാണ് ഇവിടെ ഇറങ്ങി നമ്മുടെ കടലിൽ കുളിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പോകാം കേട്ടോ. അങ്ങ് ദൂരെയായിട്ടൊരു ക്ഷേത്രമൊക്കെ തന്നെയുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകാം. ഇവിടെ ഇന്ന് നോക്കിയാലാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നോക്കിക്ക് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണല്ലേ. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ക്രമീകരണങ്ങളോടുകൂടെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്ര സമുച്ചയവും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കടപ്പുറത്തൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെയുള്ള പൂജാ ഹോമങ്ങളൊക്കെ നടക്കുന്നത് കാണാം. ബലിയിടുന്നതുമായി സംബന്ധിച്ച പൂജകളും ഹോമങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാൻ കേട്ടോ. ഇതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കപ്പലാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിക്കേ, അങ്ങ് ദൂരെയായിട്ട് ഒരു കപ്പൽ കിടക്കുന്നത് നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് അത് അല്ലേ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒരു ക്ഷേത്രമുണ്ടെന്ന്, അതാണ് നമ്മളുടെ മുമ്പിലായിട്ട് ഈ കാണുന്നത്. ഇവിടേക്കാണ് നമ്മൾ ഈ കടൽ തീരത്തൂടെ നടന്ന് ഇത്രയും ദൂരം വന്നത്. ഇവിടെയായിട്ട് നമുക്കുണ്ടല്ലോ ഒരു സമാധി മണ്ഡപവും കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്ര സമുച്ചയവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോഴേ ആളുകൾ ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട് കേട്ടോ. ഞാൻ കയറുന്നില്ല, ഞാൻ ക്ഷേത്രത്തിന്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ക്ഷേത്രത്തിന്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ അപ്പുറത്ത് തിരുച്ചെന്തൂർ മെയിൻ ക്ഷേത്രത്തിൽ കണ്ട പോലെ തിരക്കൊന്നുമില്ല. എന്നിരുന്നാലും ആളുകളൊക്കെ തന്നെ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഓല മെടഞ്ഞിട്ടേക്കുന്നത് കണ്ടോ, തണലിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും തന്നെ വിശ്രമിക്കുന്നത്. അതുപോലെ കന്നുകാലികളൊക്കെ തന്നെ വിശ്രമിക്കുന്നുണ്ട്. കടൽ തൊട്ടടുത്തായതുകൊണ്ട് നല്ല കാറ്റുള്ളതിനാൽ ഇവിടെ ഇരിക്കാനും നല്ലതാണ് കേട്ടോ. നല്ലൊരു കാറ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. ഒരു കിടാവ് കൂട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ക്ഷേത്രത്തിന് മറുവശത്തായിട്ടുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ഒരു രഥമുണ്ട് കേട്ടോ. ഒരു രഥം എത്ര 3-4 രഥങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്ലാസ് വർക്കുകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള രഥങ്ങൾ ഒരു 3-4 എണ്ണത്തോളം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവ കാണാൻ. ഉത്സവ സമയത്തൊക്കെ എഴുന്നള്ളിക്കുമായിരിക്കും. ഇനി നമുക്ക് ഈ പനമരത്തിൻ്റെ തണലിലേക്ക് പോകാം. അങ്ങനെ ഞാൻ പനമരത്തിൻ്റെ തണലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ പന നിൽക്കുന്നത് കാണാനായിട്ട്. കമ്പ് പോലെ ഇങ്ങനെ വന്നിട്ട് മേളിൽ ലോലിപ്പോപ്പ് പോലെ അല്ലേ, നല്ല രീതിയിൽ നമ്മൾ ഊതാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതില്ല, ഇങ്ങനെ ഊതി പടർന്നു പോകുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ അല്ലേ. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലവും ഇവിടെയാണ് കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വന്ന ക്ഷേത്രം അതാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇതൊരു കിണറാണ്. ഇവിടെ ഉണ്ടല്ലോ ഇവിടെ കുളിക്കാനോ ഉള്ള സൗകര്യമുണ്ട്. ഉപ്പുവെള്ളമായിരിക്കും, അല്ലാതെ ഒന്നും വരത്തില്ല. കുളിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമായ കാഴ്ച, നല്ല കാലാവസ്ഥ, നല്ല തണൽ, നല്ല കാറ്റ്. ഇവിടെ കടൽ തീരത്തായിട്ടുണ്ടല്ലോ ആരും തന്നെ ഇല്ല, എല്ലാവരും തന്നെ ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്താണ് ഉള്ളത് അല്ലേ. അപ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. നാഴിക്കിണർ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നാഴിക്കിണർ കാണിക്കാവുന്നത് അതാണ് നമ്മളിപ്പം കാണുന്നത് കേട്ടോ. അതിലേക്ക് പ്രവേശിക്കുന്നതിനാവശ്യമായിട്ട് നിൽക്കുന്നവരുടെ ക്യൂ ആണ്
നമ്മൾ ഈ കാണുന്നത്. എന്തോ ഒരു വലിയ ക്യൂ ആണ്. ദേ ഈ മണ്ഡപത്തിനകത്തും ആ ക്യൂ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് കയറിയിട്ട് ക്ഷേത്ര പരിസരത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ മുന്നോട്ട് മുകളിലേക്കാണ് പോകുന്നത്. ദേ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മണ്ഡപങ്ങളൊക്കെ കെട്ടിയിട്ടിരുന്നത്. അവിടെ ധാരാളം പേര് വിശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പം പോകുന്നത് നടപ്പന്തലിലൂടെയാണ് കേട്ടോ. കുറച്ച് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലെ അന്നദാന ബിൽഡിംഗ് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ആഹാരമൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ വലിയ ക്യൂ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എവിടെ തിരിഞ്ഞാലും ക്യൂ ആണല്ലേ. ഇതേ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായിട്ടാണ് ഈ അന്നദാന മണ്ഡപവും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരെ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നമ്മൾ ബാഗൊക്കെ വെച്ച് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അതും ക്ഷേത്രത്തിന് മുമ്പിലൂടെ തന്നെയാണ് ഈ വഴി നമ്മൾ അങ്ങോട്ടേക്ക് കടക്കുന്നത്. നമ്മൾ കണ്ടില്ലായിരുന്നോ 100 രൂപയുടെ ക്യൂ ആ മണ്ഡപത്തിൽ നിന്ന്. ആ ക്യൂ ആണ് ഈ നിൽക്കുന്ന ക്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ ഇതിനകത്ത് ക്യൂ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദർശനം ചെയ്യാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഞാൻ ദർശനത്തിന് മുതിർന്നില്ല കേട്ടോ. അതുപോലെ തന്നെ അന്നദാനം കഴിക്കാനായിട്ടും ക്യൂ ഉണ്ട്. അത് എത്രത്തോളം നിൽക്കണമെന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അന്നദാനം കഴിക്കാനും നിന്നില്ല കേട്ടോ. ഇതുണ്ടോ പൂജാ സാധനങ്ങളൊക്കെ, പൂവും മറ്റ് സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന ചേച്ചിമാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരെയാണ് ഇനി പോകുന്നത് കേട്ടോ. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് വൈകാശി വിശാഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആവണി ഫെസ്റ്റിവലും. ഇത് കൂടാതെ തന്നെ സ്കന്ദഷഷ്ടി ഫെസ്റ്റിവൽ ഉണ്ട് കേട്ടോ, ഉത്സവമുണ്ട്. ഇതേ അങ്ങനെ നമ്മൾ ക്ഷേത്ര ഗോപുരത്തിന്റെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്ഷേത്ര ഗോപുരത്തിന്റെ മുന്നിൽ നിന്നുള്ള വ്യൂ നല്ല രീതിയിൽ തന്നെ കാണാവുന്നതാണ്. എന്നിരുന്നാലും വാതിലുകളൊക്കെ അടച്ചിട്ടതിനാൽ നമുക്ക് അകത്തേക്കുള്ള ദർശനം സാധ്യമല്ല കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് കല്ലിൽ തീർത്ത ബാലമുരുക വിഗ്രഹമാണ് കേട്ടോ. ദേ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് ദേ ഒരു വലിയൊരു മരം നിൽപ്പുണ്ട് കേട്ടോ. ഇതിന് താഴെ ഒട്ടുമിക്ക എല്ലാ കച്ചവടങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ തണ്ണിമത്തൻ മുതലുണ്ടല്ലോ കൈനോട്ടക്കാർ വരെ ഇവിടെയുണ്ട് കേട്ടോ. കച്ചവട ആവശ്യങ്ങളും അതുപോലെ തന്നെ വിശ്രമിക്കുന്നവരും എല്ലാം തന്നെ ഈ മരത്തണലിൽ ഇങ്ങനെ ഇരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് നമ്മൾ ആ കാണുന്നത് കേട്ടോ. അവിടെയാണ് ബാഗ് വെച്ച് വീണ്ടും ഞാൻ പറയും 157 അടി ഉയരമുള്ള ഗോപുരമാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 47 മീറ്റർ ഉയരമുണ്ട് ഈ ഗോപുരത്തിന്. 9 നിര ഗോപുരങ്ങൾ, അതായത് 9 നിലകളായിട്ടാണ് ഈ ഗോപുരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് കാണുന്ന മണ്ഡപവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ത് അതിമനോഹരമായ കാഴ്ച അല്ലേ. വൈകുന്നേരം ലൈറ്റൊക്കെ ഇടുമ്പോൾ സൂപ്പറായിരിക്കും. ഇനി നമുക്ക് ചുറ്റി നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കാണാം. ഇത് കണ്ടോ, വള, മാല, കമ്മൽ, അതുപോലെ തന്നെ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രതിമകൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. കൈനോട്ടക്കാരൊക്കെ ഇരുമ്പോൾ ഇവർ മെയിനാണ് കേട്ടോ, ഭാവി പറയാനായിട്ടുള്ള കൈനീട്ടക്കാർ. അത് നോക്കിക്കേ, ഉദ്രാക്ഷമാലകൾ ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിലായിട്ടാണ്. അതുപോലെ തന്നെ ചീപ്പ്, അതുപോലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, വള ഒക്കെ തന്നെ നിരത്തി വെച്ച് മൈലാഞ്ചി ഇടുന്നവരെ ഫോട്ടോ ഫ്രെയിമുകളൊക്കെ തന്നെ ഒട്ടുമിക്ക എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ ഫ്രെയിമുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പല നിറത്തിലും പല വലുപ്പത്തിലും പല രീതിയിലുള്ള ഫ്രെയിമുകളൊക്കെ തന്നെ, ഫോട്ടോ ഫ്രെയിമുകളൊക്കെ ഉണ്ട്. മാലയാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. മാല, വള എന്നുള്ള കാര്യങ്ങൾ, ചരടുകൾ എന്നു വേണ്ട സകല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഈ കൈനോട്ടക്കാരൻ്റെ ഇരിക്കുന്ന തത്തയെ കണ്ടോ, ഇത് കേരളത്തിലായിരുന്നു ഈ പുള്ളി അകത്തായിരുന്നു കേട്ടോ. തത്തയാണ്. ഫോറസ്റ്റുകാരെ കണ്ട, കേരള ഫോറസ്റ്റ് കണ്ട അപ്പം പിടിച്ചോണ്ട് പോയാൽ. ഇത് തമിഴ്നാട്ടിലായതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടെന്നല്ലാതെ ഒന്നും പറയാൻ. ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുമ്പിലായിട്ട് നിന്നിട്ട് ഭാവി പറയുന്ന ആൾക്കാരെ കണ്ടോ. നമ്മൾ കന്യാകുമാരി പോയാലും ഉണ്ടല്ലോ ഭാവി പറയുന്ന ഇതുപോലുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കളിപ്പാട്ടവും കാറ്റാടിയും ഒക്കെ വയ്ക്കുന്നവരുണ്ട് കേട്ടോ. കമ്പയെ കുത്തി ഇങ്ങനെ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളെ, ബലൂണുകളെ. ഇത് കൂടാതെ തന്നെ ഉണ്ടല്ലോ ഇവിടെ വേറെ ഒരു സാധനം കൂടെ ഉണ്ട്, പനങ്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ കച്ചവടം ഏറെയാണ് കേട്ടോ. ഈ കാണുന്നതാണ് പനങ്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് ധാരാളമായിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആളുകൾ വാങ്ങുന്നതുകൊണ്ടായിരിക്കുമല്ലോ വിൽക്കുന്നത്. ധാരാളമായിട്ട് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നതും കൊണ്ട് കേട്ടോ. ഇനി ഏകദേശം 30 രൂപ കണ്ടത് ഫോട്ടോ ഫ്രെയിം കേട്ടോ. നല്ല മനോഹരമായ ഫോട്ടോ ഫ്രെയിമുകൾ ദൈവങ്ങളുടെ ഒക്കെ തന്നെ ഇവിടെ കിട്ടും. അതുപോലെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്ത് ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില എന്ന് പറയുന്നത് 25 രൂപ മുതൽ 30 രൂപ വരെ വരും കേട്ടോ. നമ്മുടെ ഇവിടെ കയറിപ്പോയ 20 രൂപ വരെ വരത്തുള്ളൂ അല്ലേ. എല്ലാ സാധനത്തിനും ക്ഷേത്ര പരിസരത്ത് നല്ല വിലയാണ്. അത് നമ്മളെ കൊന്നു തന്നെ മേടിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോഴേ ഞാൻ ഇവിടെ വെച്ചിരുന്ന ബാഗൊക്കെ ഇവിടുന്ന് എടുത്ത് കേട്ടോ. ഇനി നമ്മൾ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ബാഗൊക്കെ വെച്ചിരുന്നത്. ഫോൺ ഞാൻ വെച്ചില്ലായിരുന്നു. ഞാൻ ക്ഷേത്രത്തിൽ അകത്ത് ദർശനത്തിന് കയറിയില്ലല്ലോ, അപ്പം ഫോൺ വെച്ചില്ല. ബാഗൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോഴേ ഇപ്പം സമയം എന്ന് പറയുന്നത് 1:15 അടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മുരുകൻ പത്മാസുരനെ വധിച്ചത് ഇവിടെ വച്ചായിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് ഒട്ടും തന്നെ അറിയത്തില്ല കേട്ടോ. അപ്പോഴേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇനി ഏകദേശം സമയം എന്ന് പറയുന്നത് 1:45 കഴിഞ്ഞ് 2 മണിയോളം അടുക്കുന്നു. നമ്മൾ ഇനി പോയിട്ട് കഴിക്കണം. ക്ഷേത്രത്തിന്റെ ഗോപുര കവാടം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ.
തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ. ഇനി തിരുനെൽവേലിക്ക് പോകണം. തിരുനെൽവേലിക്ക് പോകുന്നതിന് മുമ്പ് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്ന് കഴിക്കണം, ആഹാരം കഴിക്കും. ഇവിടെ നിന്നും കഴിക്കുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ തന്നെ അന്യായ വിലയായിരിക്കും, നമ്മളെ കൊന്നു മേടിക്കത്തുള്ളൂ. ഒരു കുപ്പി വെള്ളം മേടിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഏകദേശം 25 രൂപ 30 രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. 25 രൂപയോളമായി. പലയിടത്തും പല റേറ്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ തന്നെ ഹോട്ടലുകളൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ റൂമും നമുക്ക് ഇവിടെയൊക്കെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ചെറിയൊരു നഗരമാണ് ക്ഷേത്രത്തിന് മുമ്പിൽ നമ്മളിപ്പം കാണുന്നത് കേട്ടോ. അതിമനോഹരമായ കാഴ്ചകൾ ഏറെ സമ്മാനിച്ച നടപ്പാതയിലൂടെ നമ്മൾ നീങ്ങുകയാണ്. ഈ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ കഴിച്ചിടത്ത് തന്നെ വന്നിട്ട് നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വെജ് ഫ്രൈഡ് റൈസിനായാലും 120 രൂപയാണ് കേട്ടോ. ഞാനൊരു ലൈം ജ്യൂസ് പറഞ്ഞു. ലൈം ജ്യൂസിന് 50 രൂപയെന്ന് ഒന്ന് വാങ്ങിക്കുകയാണ് അല്ലേ. ഇപ്പം സമയം എന്ന് പറയുന്നത് 2:30 നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നേരെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ. ഇവിടുന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലൊക്കെ. ഇത് കണ്ടോ, ഓട പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. വോക്കയാണ് കേട്ടോ. ഇതിൻ്റെ ഓട മൊത്തം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മൾ രാവിലെ ഇതുവഴി തന്നെയാണ് വന്നത് കേട്ടോ. നോക്കി വന്നില്ലെങ്കിൽ ഇതിനകത്ത് പോകും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നാശമാകുന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ല. രാവിലെ നമ്മൾ വന്ന വഴി തന്നെ ഗോപുരം കണ്ടോ. ഇതുവഴിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയത്. ഇവിടുന്നുണ്ടല്ലോ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഏകദേശം ഒരു 100-200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അതിമനോഹരമായ വഴിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ട്രാഫിക് പോലീസ് ഹെഡ് പോസ്റ്റ് നോക്കിയാൽ ശേഷം എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ രാവിലെ കണ്ട ഗോപുരം ഉള്ളത്. അപ്പം ഇതുവഴി നടന്ന് ഇങ്ങോട്ട് വരാനുള്ളതേ ഉള്ളൂ. നമ്മൾ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം കേട്ടോ. ഇവിടെ ഇപ്പം പണി നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് പോകേണ്ട ട്രെയിനാണ് ഈ വന്ന് കിടക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിന് തിരുനെൽവേലിക്കാണ് പോകുന്നത്. തിരുച്ചെന്തൂരിൽ നിന്ന് തിരുനെൽവേലിക്ക് പാസഞ്ചർ ട്രെയിനിൽ ജനറൽ ടിക്കറ്റ് ആയിട്ട് വരുന്നത് 20 രൂപയാണ് കേട്ടോ. ഇത് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. അധികം താമസിച്ചൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. ഇപ്പം സമയം എന്ന് പറയുന്നത് 2:42 ആയിട്ടുണ്ട്. ഏകദേശം 2:50 നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുക്കുന്നത്. സമയം 2:50 കഴിഞ്ഞ് 51 ആയപ്പോഴത്തേക്കിനും നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. അതിമനോഹരമായ കാഴ്ചകളാണ് ഇനി നമ്മൾ പോകുമ്പോൾ കാണുന്നത്. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ അങ്ങോട്ടും അതിമനോഹരമായ കാഴ്ചകൾ ഏറെയുണ്ട്. അതിലൊന്നാണ് ഈ ഉപ്പുപാടം കേട്ടോ. അതിമനോഹരമായ കാഴ്ചയല്ലേ ഇത് നമുക്ക് സമ്മാനിക്കുന്നത്. നോക്കിക്കേ, ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പുപാടം കാണുന്നത് കേട്ടോ. സിനിമയിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പുപാടം നേരിട്ട് കാണുന്നത്. അതും വലിയൊരു പാടമാണ് കേട്ടോ. അതിമനോഹരമായ കാഴ്ച എന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ല. സമയം ഏകദേശം 4:20 നമ്മൾ തിരുനെൽവേലി ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയൊന്ന് ഫ്രഷ് ആകണം കേട്ടോ. ഇനി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ, നമ്മളിപ്പം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ AC വെയിറ്റിംഗ് ഹാളുണ്ട്. അവിടെ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് കയറി ഒന്ന് ഫ്രഷ് ആവും, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. പുറത്ത് നല്ല ചൂടൊക്കെ ആയതിനാൽ ഞാൻ 2 മണിക്കൂർ നേരത്തേക്കിനാണ് ടിക്കറ്റ് എടുത്തത്. ഏകദേശം 40 രൂപയാണ് ടിക്കറ്റിനായത്. കുളിച്ച് ഫ്രഷൊക്കെ ഏറെ നേരത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുൻപിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പ്രതിമ കാമരാജിന്റെ പ്രതിമയാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനൊക്കെ പോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ. അതായത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ തന്നെയാണ് അല്ലേ, ഒരു വഴിയൊക്കെ ഉണ്ട്, ഇരു സൈഡിലും കടകളും ഒക്കെ തന്നെ ഉണ്ടല്ലേ. അതുപോലെ തന്നെയാണ് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനും കേട്ടോ. ഒറ്റ നോട്ടത്തിലെ സാദൃശ്യം തോന്നിയത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അങ്ങനെ കടകളും കമ്പോളങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വഴിത്താരിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനി തിരുനെൽവേലി ഹലുവ വാങ്ങണം ഒരെണ്ണം, പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ നടന്നതേണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കണം. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതിമനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വലിയൊരു ബസ് സ്റ്റാൻഡാണ് നമ്മൾ കാണുന്നത്. ഞാൻ അങ്ങനെ കഴിക്കാനായിട്ട് കയറി. ലൈറ്റായിട്ട് 2 പൊറോട്ടയും ചാറുകറിയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഒരു ചായയും കുടിച്ചു. കഴിപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇനി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ തിരുനെൽവേലി ഹലുവ മേടിക്കണമെന്ന്. അതെ, ഞാൻ ഒരെണ്ണം മേടിച്ചു കേട്ടോ. 50 രൂപയായിട്ടുണ്ട്. 1/4 കിലോയുടെ പാക്കറ്റാണ് കേട്ടോ തിരുനെൽവേലി ഹലുവ. സമയം ഏകദേശം ഇപ്പോൾ 9:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വെയിറ്റിംഗ് ഹാളിലാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടല്ലോ വാഷ്റൂം ഒക്കെ തന്നെ അടിപൊളിയാണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോഴേ ഇവിടെ നിന്ന് 10:50 എനിക്ക് നാട്ടിലേക്ക് ചെങ്ങന്നൂർ ട്രെയിന്. സമയം 10:40 ആയപ്പോഴത്തേനും നമ്മുടെ ട്രെയിന് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഓൺ ടൈമിനെക്കാട്ടിലും 5-10 മിനിറ്റ് മുമ്പേ. 16:79 പാലരുവി എക്സ്പ്രസിനാണ്. തൂത്തുക്കുടിയിൽ നിന്ന് പാലക്കാട് വരെ പോകുന്ന പാലരുവി എക്സ്പ്രസിനാണ് നമ്മളിനി പോകുന്നത്. അങ്ങനെ ഞാൻ സീറ്റിൽ വന്നിരുന്നു.
നമ്മൾ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത്. 195 രൂപയായി മൊത്തത്തിൽ നമുക്ക് തിരുനെൽവേലിയിൽ നിന്ന് ചെങ്ങന്നൂർ വരെ ടിക്കറ്റിന്. ജനറലാണ് വരുന്നതെങ്കിൽ വെറും 95 രൂപ മാത്രമേ ആവുന്നുള്ളേ. ഈ യാത്രയിൽ മൊത്തത്തിൽ ചെങ്ങന്നൂരിൽ നിന്ന് തിരുച്ചെന്തൂരിലേക്കും തിരുച്ചെന്തൂരിൽ നിന്ന് ചെങ്ങന്നൂരിലേക്കും ഏകദേശം 430 രൂപ മാത്രമാണ് എനിക്ക് ട്രെയിൻ ടിക്കറ്റ് അയക്കുന്നത്. ഇതുകൂടാതെ AC വെയിറ്റിംഗ് ഹാൾ എടുത്തത് രാവിലെ 20 വൈകിട്ട് 40 രൂപയും, അങ്ങനെ മൊത്തത്തിൽ 60 രൂപയായിട്ടുണ്ട്. നമുക്ക് ഫ്രഷപ്പ് ആകാനായിട്ട് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലെ വാഷ്റൂം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല നീറ്റായിട്ട് തന്നെയാണ് ക്ഷേത്രത്തിലെ വാഷ്റൂമുകളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ആയിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡിനും വെള്ളത്തിനും ചായക്കുമുള്ള പൈസ അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് ഞാനത് ഇവിടെ ചേർക്കുന്നില്ല. തിരുച്ചെന്തൂരിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് ലാസ്റ്റ് ട്രെയിൻ വരുന്നത് 8:45 കേട്ടോ. ഈ ട്രെയിൻ ഏകദേശം 10 മണിയോടടുത്ത് തിരുനെൽവേലിയിലെത്തും. അപ്പോഴേ 10:50 പുറപ്പെടുന്ന നമ്മുടെ പാലരുവിക്കുണ്ടല്ലോ, നമുക്ക് ഈ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് തന്നെ കയറി വരാനായിട്ട് സാധിക്കുന്നതാണ്. പിറ്റേ ദിവസം വെളുപ്പിനെ ഏകദേശം 6:15 അടുത്ത് 6:11 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മളിത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. അപ്പോഴേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.